Uh, Welcome to all. I am Satish Kumar. ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് ട്രിഗണോമെട്രിയിലെ ഒരു രണ്ട് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സൈൻ എ, സി കെ ആൻഡ് ടാൻ എ ഇൻ ദ ടേംസ് ഓഫ് കോട്ടെ. കോട്ടയുടെ ടേമിൽ വച്ച് നമുക്ക് സൈൻ എ, കോസ് എ, ടാനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. എല്ലാം കോട്ടയുടെ ടേമിൽ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഇവിടെ നമുക്ക്. ഇപ്പം നമുക്ക് ആദ്യം വേണ്ടത് സൈനയാണ്. സൈന ഈസിക്കൽ ടു 1 കൊസീക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സൈന ഈസിക്കൽ ടു 1 കൊസീക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ 1 കൊസീക്കേക്ക് നമുക്ക് എന്താ വേറൊരു ഇതുണ്ട്. ഏതാണ്? 1/√of കൊസി സ്ക്വയർ എ എന്ന് നമുക്ക് എഴുതാം. കാര്യം 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. കൊസീക് എ എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ എയുടെ സ്ക്വയർ റൂട്ടാണെന്ന് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഐഡന്റിറ്റിയിൽ പഠിച്ചിട്ടുള്ളതാണ്. കൊസി സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + കോട്ട് സ്ക്വയർ എ എന്നാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ എ ഈസിക്കൽ ടു 1 കൊസീക് ആണെന്നും 1 കൊസീക് എന്ന് പറഞ്ഞാൽ 1/√of കൊസി സ്ക്വയർ എ ആണെന്നും. അപ്പോൾ കൊസി സ്ക്വയർ നമ്മൾ നേരത്തെ പഠിച്ചു 1 + കോട്ട് സ്ക്വയർ ആണെന്ന്. എങ്ങനെയാണെങ്കിൽ 1/√ കൊസി സ്ക്വയർ എ ഈസിക്കൽ ടു 1/√of 1 + കോട്ട് സ്ക്വയർ എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സി എ എങ്ങനെയാണെന്ന് നോക്കാം. സി കെ എന്ന് പറയുമ്പോഴത്തെ എന്താ നമുക്കറിയാം. അതിന് നമുക്ക് എന്ത് നേരത്തെ മറ്റൊരു രീതി പോലെയാണ്. സൈനയുടെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമുക്ക് റൂട്ട് സീക് സ്ക്വയർ എ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഈ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + ടാൻ സ്ക്വയർ എ ആണ് അല്ലേ. സി സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൂട്ട് സി സ്ക്വയർ ഈസിക്കൽ ടു √of 1 + ടാൻ സ്ക്വയർ എ. അപ്പോൾ ഈ 1 + ടാൻ സ്ക്വയർ എ എന്നുള്ളത് നമുക്ക് എന്താണ്? നമുക്കറിയാം ടാൻ സ്ക്വയർ എ നമുക്ക് എന്തെന്ന് പറയാം? 1 കോട്ട് സ്ക്വയർ എന്ന് എഴുതി കൂടെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻ എ ഈസിക്കൽ ടു 1 കോട്ട് എന്ന്. അപ്പം ടാൻ സ്ക്വയർ എ ഈസിക്കൽ ടു 1 കോട്ട് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ √of 1 + ടാൻ സ്ക്വയർ എ ഈസിക്കൽ ടു √of 1 + 1 കോട്ട് സ്ക്വയർ എ അല്ലേ. അപ്പോൾ 1 കോട്ട് സ്ക്വയർ എ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്താണ്? √of കോട്ട് സ്ക്വയർ എ + 1, അതായത് 1 + കോട്ട് സ്ക്വയർ എ കോട്ട് സ്ക്വയർ എ + 1 ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ എ. അപ്പോൾ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഫോർമാറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? √of 1 + കോട്ട് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോട്ടെ. കാര്യം ആ കോട്ട് സ്ക്വയർ എ എന്നുള്ളത് സ്ക്വയർ റൂട്ടിൽ നിന്ന് മാറുമ്പോൾ കോട്ടയായി. ഓക്കെ, അപ്പം ഇത്രയും കിട്ടി. ഇനി നമുക്ക് ടാനെ എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടൻ്റെ ഫോമിൽ എങ്ങനെ എഴുതുന്നത്? ഈസിക്കൽ ടു 1 കോട്ട എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അതിനകത്ത് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസിക്കൽ ടു r sin θ cos alpha, y ഈസിക്കൽ ടു r sin θ sin alpha and z ഈസിക്കൽ ടു r cos θ. അപ്പോൾ പ്രൂവ് ദാറ്റ് x² + y² + z² ഈസിക്കൽ ടു r². അതായത് എക്സ് ഈസിക്കൽ ടു r sin θ cos alpha ആണെന്നും y ഈസിക്കൽ ടു r sin θ sin alpha ആണെന്നും z ഈസിക്കൽ ടു r cos θ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ പ്രൂവ് ചെയ്യണം? x² + y² + z² ഈസിക്കൽ ടു r² ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ആദ്യം അതിനകത്ത് വേണ്ടത് ആ വാല്യൂസ് എല്ലാം ഇനി താഴെ എടുക്കുക. വാല്യൂസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ വാല്യൂസാണ് ഉള്ളത്? നമുക്ക് ഇതിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനും റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് x² + y² + z² ഈസിക്കൽ ടു r² എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ ഇപ്പോൾ പുറത്തെടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? x, y, z അല്ലേ. ആ x, y, z നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡോ x², y², z² അല്ലേ. അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം. x² + y² + z² ഈസിക്കൽ ടു r² sin സ്ക്വയർ θ cos സ്ക്വയർ ആൽഫ പ്ലസ് r sin സ്ക്വയർ θ sin സ്ക്വയർ ആൽഫ പ്ലസ് r² cos സ്ക്വയർ θ അല്ലേ.
ഓക്കെ. എക്സ് സ്ക്വയറിന് പകരം അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ കോസ് ആൽഫ ആണെങ്കിൽ അപ്പോൾ എക്സ് സ്ക്വയർ ആകുമ്പോഴോ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആൻഡ് കോസ് ആൽഫയ്ക്ക് പകരം കോസ് സ്ക്വയർ ആൽഫ. ഇനി വൈ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ആർ സൈൻ തീറ്റ സൈൻ ആൽഫ. അപ്പോൾ ഇവിടെ ആർ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ആൽഫ. വീണ്ടും ഇസഡ് എന്ന് പറയുന്നത് എക്സ് വൈയും കഴിഞ്ഞ് നമുക്ക് ഇസഡ് എന്ന് പറഞ്ഞാൽ ആരാണ് തന്നിട്ടുള്ളത്? ആർ കോസ് ആൽഫ എന്നാണ്, അല്ല കോസ് തീറ്റ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മൾ അതിനടുത്തോട്ട് എത്തി അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി അവനെ ഒന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് ഇൻറ്റു, അപ്പോൾ കോമൺ ആയിട്ട് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പുറത്തെടുത്തു അല്ലേ? സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് നമ്മുടെ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ പുറത്തെടുത്തു പ്ലസ് മൂന്നാമത്തെ ആർ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ നിന്നാണ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് ആർ സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ആൽഫയിൽ നിന്നും നമുക്ക് ആ ആർ സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള സാധനം പുറത്തെടുക്കും കോമൺ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു ബാക്കി? അപ്പോൾ ആർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് ഇനി മൂന്നാമത്തെ ഇസഡിനെ മാറ്റി വെച്ചിരിക്കുകയാണ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. ഇനി നമുക്ക് വീണ്ടും നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ തന്നെ സിംപ്ലിഫൈ ചെയ്താലോ? ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ അല്ലേ? എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ദാറ്റ് ഈസ് നമുക്ക് എന്താണ് സൈൻ സ്ക്വയർ എ ഇസ് പ്ലസ് കോസ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1 എന്നറിയാം. അതെ. ഇപ്പോൾ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ, അതായത് ആൽഫയ്ക്ക് നമ്മളോട് തീറ്റയാണ് എ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഇസ്ക്വൽ ടു 1 ആണെന്നറിയാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നേരത്തെ പറഞ്ഞ പോലെ എഴുതാം ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ ഇത്രയും നമുക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് എന്ത് പറ്റി? അടുത്ത അതിൻ്റെ ഫൈനലൈസിങ് ചെയ്യാനെ പറ്റും. നമുക്ക് നേരെ ഫിനിഷിങ് ആൻസറിലേക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ നമ്മൾ എവിടെയാണ് ചെയ്തത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ആണെന്നുള്ളതാണ്. നമ്മൾ ഇത്രയും സിംപ്ലിഫൈ താഴെ എത്തിയപ്പോൾ എന്ത് കിട്ടി? ആർ സ്ക്വയർ ഇൻറ്റു കോമൺ ആയിട്ട് ആർ സ്ക്വയർ പുറത്തെടുത്തു ആർ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ. അപ്പോൾ സൈൻ സ്ക്വയർ പ്ലസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ.